റബീഉൽ അവ്വലിന് മഹത്വമുണ്ട് എന്ന് ഇബ്നുൽ ഹാജ് പറഞ്ഞതെനിക്ക് ഞാൻ ഖുർആനിൽ നിന്ന് തെളിയിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനെന്താ തെളിവ്? അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാനിനെ അല്ലാഹു തആല റമളാനിന്റെ പ്രത്യേകത പറയാണ്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനിന് എന്താ പ്രത്യേകത? റമളാനിന് ആ പവിത്രതയും ശ്രേഷ്ഠതയും ഉണ്ടാവാൻ എന്താ കാരണം? ഖുർആൻ പറഞ്ഞു, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഒറ്റടിക്ക് ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ട്, വിശുദ്ധ ഖുർആൻ ഒറ്റടിക്ക് ഇറക്കപ്പെട്ട മാസമായതുകൊണ്ട് ആ മാസത്തിനിക്ക് വലിയ പുണ്യമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ ഖുർആൻ ഇറങ്ങിയ മാസമാകുന്ന റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു തആല അന്ന് നോമ്പ് നിർബന്ധമാക്കി. പ്രത്യേക നിസ്കാരം തറാവീഹ് സുന്നത്താക്കി. അങ്ങനെ കുറെ അന്ന് ആ മാസത്തിൽ പ്രത്യേകം ഖുർആൻ പാരായണം ചെയ്യൽ സുന്നത്താക്കി. ആ മാസത്തിൽ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ഇതൊക്കെ വാസ്തവത്തിൽ റബീഉൽ അവ്വലിന്റെ ഒരു ഉദാഹരണം, ഒരു പകർപ്പ് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരികയാണ്. എന്തുകൊണ്ട്? അവിടെ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഉൻസില എന്നാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്. ഉൻസില എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെയും അൻസൽനാഹു എന്ന അല്ലാഹു പറഞ്ഞത്. ലൈലത്തുൽ ഖദ്റിൽ നാം വിശുദ്ധ ഖുർആനിനെ ഇറക്കി. ഈ ഇറക്കുക എന്ന് പറയുന്നതിന് ഖുർആനിൽ രണ്ട് പദം ഉപയോഗിച്ചിട്ടുണ്ട്. അൻസല എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, നസ്സല എന്നും ഉപയോഗിച്ചു. രണ്ടും ഒന്നല്ല, രണ്ടും വലിയ അന്തരമുണ്ട്. ഷഹ്റു റമളാനല്ലദീ ഉൻസില എന്ന് പറയുന്നിടത്തും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നിടത്തും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സൂറത്തുൽ ദുഖാൻ അവിടൊക്കെ അൻസൽനാ എന്നുള്ള പ്രയോഗിച്ചത്. അതിനൊക്കെ അർത്ഥം ഒറ്റടിക്കാൻ ഇറക്കുക, ഒന്നായിട്ട് വിശുദ്ധ ഖുർആൻ ഇറക്കുക. വിശുദ്ധ ഖുർആൻ 114 സൂറത്ത് ആണല്ലോ. ആ 114 സൂറത്തും ഒറ്റടിക്ക് ഇറക്കി. അങ്ങനെയാണോ ഖുർആൻ ഇറങ്ങിയത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിലെ 114 സൂറത്തും ഒറ്റടിക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ആദ്യം ഖുർആൻ ഇറങ്ങിയത് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആ സൂറയാണ്, ആ ഭാഗങ്ങളാണ് ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് ഇറങ്ങുന്നത്. വിശുദ്ധ ഖുർആൻ ഒന്നാകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് ഇറങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? റമദാനിൽ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഒന്നാകെ ഇറങ്ങിയത്, ഒറ്റടിക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്താ? അതിന്റെ വിവക്ഷ മുഫസ്സിരീകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിൽ, റമദാനിലെ ലൈലത്തുൽ ഖദ്റിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഭൂമിയിലേക്കല്ല, ലൗഹുൽ മഹ്ഫൂദിൽ വന്ന് നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ. അല്ലാഹു ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് 7 ആകാശത്തിന് മുകളിൽ, 7 ആകാശത്തിന് മുകളിലുള്ള ലൗഹുൽ മഹ്ഫൂദ്. അങ്ങനത്തെ ലൗഹുൽ മഹ്ഫൂദ് 360 ലൗഹുൽ മഹ്ഫൂദുകൾ ഉണ്ട്. അത് ഏറ്റവും അവസാനത്തെ അടിയിലുള്ള ലൗഹുൽ മഹ്ഫൂദാണ് 7ാം ആകാശത്തിന്റെ മുകളിലുള്ള ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന മഹനീയമായ ഒരു ഇടമുണ്ട്. അങ്ങോട്ടാണ് വിശുദ്ധ ഖുർആൻ ഒറ്റടിക്ക് ഇറക്കപ്പെട്ടത്. ഭൂമിയിലേക്ക് ഇറങ്ങിയതിനെ സംബന്ധിച്ചല്ല, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഒറ്റടിക്ക്. അത് മുഫസ്സിരീകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരാളും പറഞ്ഞിട്ടില്ല ഖുർആൻ ഒറ്റടിക്ക് ഭൂമിയിലേക്ക് അന്ന് ഇറങ്ങിയെന്ന്. അപ്പോ ഖുർആൻ ലൈലത്തുൽ ഖദ്റിലും റമദാനിലും ഇറങ്ങി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്കുള്ള ഇറക്കത്തെ സംബന്ധിച്ചാണ്. അപ്പൊ അവിടെ ചോദ്യം ബാക്കിയുണ്ട്. ഭൂമിയിലേക്ക് എന്നാ ഇറങ്ങിയത്? നമ്മുടെ കയ്യിലേക്ക് എന്നാ എത്തിയത്? ബൈത്തുൽ ഇസ്സയിലേക്ക് 1ാം ആകാശത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോ അങ്ങോട്ട് കോടാനുകോടി കിലോമീറ്റർ പ്രകാശ വർഷങ്ങളുണ്ട്. കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ താണ്ടണം 1ാം ആകാശത്തേക്ക് എത്താൻ. പുതിയ ശാസ്ത്രം വെച്ച് പറഞ്ഞാൽ തന്നെ എത്രയോ പ്രകാശ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ 1ാം ആകാശത്തേക്ക് എത്തൂ.
അത്രയും അകലെയാണ്. പക്ഷേ ഒന്നാം ആകാശത്തിന്റെ ചുവടെയുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. സൂര്യ, നക്ഷത്ര, ചന്ദ്രാദികളെ, ഗാലക്സികളൊക്കെ അള്ളാഹു സംവിധാനിച്ചത് ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ ഔദ്യോഗിക സൃഷ്ടികളായ ഈ ഭൂമിയിലുള്ള ഭൂമിവാസികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി. അപ്പോ ഭൂമി ഒന്നാം ആകാശത്തേക്ക് എത്തിയാൽ തന്നെ ഭൂമിയിലേക്ക് എത്തി എന്ന് പറയുന്നത് പോലെയാണ്. കോഴിക്കോട്, മലപ്പുറം ഉള്ള താമസിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു വലിയ സമ്മാനം എയർപോർട്ടിൽ, കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തി എന്ന് സന്തോഷ വാർത്ത വന്നാൽ അത് വീട്ടിലേക്ക് എത്തിയതുപോലെയാണ്. അവിടെ ചെന്ന് കൊണ്ടുവന്നാൽ മതി, കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയല്ലോ, അത് നമ്മുടെ കയ്യെത്തുന്ന സ്ഥലമാണ് എന്നതുപോലെ ഭൂമിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോട് തൊട്ടടുത്തുള്ള ആകാശം, ആ ആകാശത്തേക്ക് ഖുർആൻ ഫുൾ ഇറക്കി എന്ന് പറയുമ്പോൾ അതിന് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. സന്തോഷിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത്. ആ സന്തോഷം കൊണ്ടാടിയതാണ് അള്ളാഹു വിശുദ്ധ റമദാനിനെ വലിയ പവിത്രവൽക്കരിച്ച് അന്ന് ദുആക്ക് ഉത്തരവും പ്രത്യേക റഹ്മത്തും നരകമോചനവും പാപം പൊറുക്കലുകളും അങ്ങനെ കുറെ ഓഫറുകൾ നൽകി ആ മാസത്തെ അള്ളാഹു. അപ്പൊ എന്താണ് അപ്പൊ കുഞ്ഞി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലേക്ക്, ഭൂമിയിലേക്ക് ആ ഖുർആൻ അവതരിച്ച ആ മാസം, അതിന് പ്രത്യേകതയുണ്ട്, അതിനെ ബഹുമാനിക്കണമെന്ന് പറയേണ്ടതുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. അത് എന്നാണ് ഇറങ്ങിയത്? അത് ഹദീസുകൾ പരതിയാൽ മനസ്സിലാകും. റബീഉൽ അവ്വൽ ഒരു തിങ്കളാഴ്ചയാണ് വിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയത്, ഭൂമിയിലേക്ക് ഇറങ്ങിയത്. മറ്റേത് അവിടെ എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ, ബൈത്തുൽ ഇസ്സയിൽ എത്തിയിട്ടേ ഉള്ളൂ. ബൈത്തുൽ ഇസ്സയിലുള്ള ഒന്നാം ആകാശത്തുള്ള ഖുർആൻ ഏതായാലും അവിടെ എത്തിയത് കൊണ്ട് ഇനി എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് ഉറപ്പാ. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഉമ്മത്തിന് പ്രബോധനം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിധം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെടുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നത് അത് റബീഉൽ അവ്വൽ ഒരു തിങ്കളാഴ്ചയിലായിരുന്നു.